മാങ്കൂട്ടത്തിൽ 14 ദിവസം റിമാൻഡിൽ എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ്. റിമാൻഡിലാണ്, 14 ദിവസം റിമാൻഡിൽ വിട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ഹരിമോഹൻ, വിവരങ്ങൾ. രാഹുൽ റിമാൻഡിലാണ്. രാഹുലിനെ ഏത് ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. കൊട്ടാരക്കര ജയിലിലേക്കാണ് കൊണ്ടുപോകുക എന്നുള്ള വിവരം. കൊട്ടാരക്കര ജയിലിലേക്ക് രാഹുലിനെ മാറ്റാൻ പോകുന്നു. ഇപ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഹരിമോഹൻ, വിവരങ്ങൾ നൽകാം. പ്രതി 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് രാഹുലിനെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ജാമ്യാപേക്ഷ പരിഗണിച്ചെങ്കിലും ജാമ്യാപേക്ഷ നൽകിയെങ്കിലും അത് പരിഗണിച്ചിട്ടില്ല. നിലവിൽ റിമാൻഡിലേക്ക്, അതായത് 14 ദിവസം റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ കൊട്ടാരക്കര ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കസ്റ്റഡി അപേക്ഷ ഇന്ന് നൽകിയിട്ടുമില്ല. കസ്റ്റഡി അപേക്ഷ ഓപ്പൺ കോടതിയിൽ, അതായത് ഈ കേസ് യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടുന്ന തിരുവല്ല മജിസ്ട്രേറ്റ് ആണ്. അവർ അവധിയാണ്. അവർ തിരിച്ചെത്തിയ ശേഷം മാത്രമേ ഇത് പരിഗണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 14 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിലിലേക്ക് വിടുന്നു. രാഹുൽ ജയിലിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവഭാവം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷ ഇപ്പോൾ ഇവിടെ ചാർജ് കോടതിയിൽ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ ഒരു റിമാൻഡിലേക്ക് പറഞ്ഞു വിട്ടത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ഇവിടെ നിന്ന് പറയാൻ കഴിയുന്ന കാര്യം. പത്തനംതിട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് അഞ്ജലി ദേവിയാണ് ഈ കേസ് പരിഗണിച്ചത്. കേസ് പരിഗണിക്കുന്ന സമയത്താണ് ശാസ്മംഗല അജിത്ത്, സീനിയർ അഭിഭാഷകൻ, നേരിട്ട് ഹാജരായ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു. പക്ഷേ കേസ് പരിഗണിക്കേണ്ടത് തിരുവല്ല മജിസ്ട്രേറ്റ് അവധി ആയതുകൊണ്ട് തന്നെ അവിടെ ഓപ്പൺ കോടതിയിൽ അത് നൽകിയാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം നമ്മൾ ിച്ച ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് കുറ്റകൃത്യത്തിന്റെ സ്വഭാവം അതിൽ പറഞ്ഞുകൊണ്ട് ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ള വാദമടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രോസിക്യൂഷൻ നിലകൊണ്ടത്. മുൻ കേസുകൾ, അതായത് 2 കേസുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നിൽ ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടില്ല, മറിച്ച് മുൻകൂർ ജാമ്യം നൽകിയിട്ടില്ല, മറിച്ച് അറസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് അടക്കം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകൾ, അതായത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതേവരെ അന്വേഷണത്തോട് സഹകരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. ഐഫോണിന്റെ പാസ്വേഡ് പോലും ചോദിച്ചിട്ട് നൽകാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ജാമ്യം നൽകി വിടുക എന്ന് പറയുന്നത് ഈ കേസിന്റെ അന്വേഷണത്തെ ഒക്കെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജഡ്ജി പരിഗണിച്ചിട്ടുള്ളത് എഫ്ഐആറിൽ പറയുന്ന വിവരങ്ങൾ, റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൊഴി, ആ മൊഴിയിൽ പറയുന്ന, നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്, അത്രത്തോളം ഗുരുതരമായിട്ടുള്ള രീതിയിലുള്ള മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് യുവതിക്കെതിരെ ഒരു ക്രൂരമായിട്ടുള്ള ലൈംഗിക വൈകൃതം പ്രകടിപ്പിച്ച ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കോടതിക്ക് മറ്റൊരു തരത്തിലും ഇന്നിപ്പോൾ അതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലേക്ക് അയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി നമുക്കറിയാൻ കഴിയുന്നത് കസ്റ്റഡി അപേക്ഷ ഒരു പക്ഷേ മറ്റന്നാൾ കൊടുക്കും എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. നാളെ ആയിരിക്കില്ല, മറ്റന്നാളായിരിക്കും ജഡ്ജി തിരിച്ചു വരുന്നത്. അവധി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് മറ്റന്നാൾ നൽകുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വിവരം എന്ന് പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുലിനെ പുറത്തേക്കിറക്കും, നേരെ കൊട്ടാരക്കര ജയിലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഒരുപക്ഷെ അവിടെ ചെന്ന് മറ്റേതെങ്കിലും നിലയിൽ പാർപ്പിക്കുന്നതിന് തടസ്സമുണ്ടെങ്കിൽ പിന്നീട് മാറ്റും. പക്ഷെ തൽക്കാലം ഇവിടെ നിന്ന് നേരെ കൊട്ടാരക്കര ജയിലിൽ സുരക്ഷയൊക്കെ പരിഗണിച്ചുകൊണ്ട് കൊട്ടാരക്കര ജയിലിലേക്ക് തന്നെ മാറ്റും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഈ ബലാത്സംഗ കേസുകളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് രാഹുൽ ഒളിവിൽ പോയി. 2ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മുൻകൂർ ജാമ്യം കിട്ടി. പക്ഷേ 3ാമത്തെ കേസിന് രാഹുലിന് ഒരു തരത്തിലും നിയമത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ജയിലിലേക്കാണ് എന്ന കാര്യം ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട് ഹരിമോഹൻ. മാവേലിക്കര ജയിലിലേക്ക് എന്നുള്ള സൂചനയും കൂടി, മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നു. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ആവശ്യമാണ്.